كثيرا طيبا مباركا فيه نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا وسيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أعوذ بالله من الشيطان الرجيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما بسم الله الرحمن الرحيم يا أيها الذين آمنوا اتقوا الله ولتنظر نفس ما قدمت لغد واتقوا الله إن الله خبير بما تعملون رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي സ്നേഹം നിറഞ്ഞ സത്യവിശ്വാസികളെ വിശ്വാസിനികളെ അല്ലാഹു സുബ്ഹാനഹു തആലയെ സൂക്ഷിച്ചുകൊണ്ടും അവൻ്റെ വിധിവിലക്കുകൾ കഴിവിൻ്റെ പരമാവധി പാലിച്ചും ശ്രദ്ധിച്ചും സൂക്ഷിച്ചും ജീവിക്കുവാൻ പരിശ്രമിക്കണമെന്ന് അർഹതക്കനുസൃതമായി ഓർമ്മപ്പെടുത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. ഇത്തഖുല്ലാഹ ഇബാദല്ലാഹ്. അല്ലാഹു സുബ്ഹാനഹു തആല അല്ലാഹുവിനെ സൂക്ഷിച്ചുകൊണ്ട് തഖ്വയുള്ളവരായിക്കൊണ്ട് ജീവിക്കുന്ന ആളുകളുടെ ഏറ്റവും കണിശമായ നിലപാടിനെപ്പറ്റി വിശുദ്ധ ഖുർആനിലൂടെ സൂചിപ്പിച്ചതാണ് സൂറത്ത് ഹശറിൽ നിന്ന് ആമുഖമായി ഞാൻ ഓതിവെച്ചത്. യാ അയ്യുഹല്ലദീന ആമനു തഖുല്ലാഹ്, അല്ലയോ വിശ്വാസികളെ, നിങ്ങൾ അല്ലാഹുവിനെ സൂക്ഷിക്കണം, തഖ്വയുള്ളവരായിരിക്കണം. വൽതൻദുർ നഫ്സും മാ ഖദ്ദമത് ലിഗദിൻ, നാളേക്ക് വേണ്ടി എന്തൊരു മുന്നൊരുക്കമാണ് താൻ ചെയ്തത് എന്ന് ഓരോ മനുഷ്യനും ഓരോ ആത്മാവും ആലോചിച്ചു കൊള്ളട്ടെ. വത്തഖുല്ലാഹ്, അല്ലാഹുവിനെ നിങ്ങൾ സൂക്ഷിക്കുകയും ചെയ്യുക. ഇന്നല്ലാഹ ഖബീറും ബിമാ തഅമലൂൻ, നിശ്ചയമായിട്ടും റബ്ബ് സുബ്ഹാനഹു തആല സൂക്ഷ്മമായ വിവരങ്ങൾ പോലും മനുഷ്യന്റെ പ്രവർത്തനങ്ങളിൽ നിന്ന് അറിയുന്നവനാണ്. അപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആലയെ സൂക്ഷിക്കുക എന്ന് പറഞ്ഞാൽ
അതിനെ ക്ലിയർ ചെയ്യുന്ന, അതിനെ കൃത്യമായി കാത്തു സൂക്ഷിക്കുന്ന നടപടിയാണ് വൽ തൻളുർ നഫ്സും മാ ഖദ്ദമത് ലിഗദ്. നാളേക്ക് വേണ്ടി എന്തൊരു മുന്നൊരുക്കമാണ് നമ്മൾ ഓരോരുത്തരും ചെയ്തത്, മരണാനന്തര ജീവിതത്തിൽ എന്തൊരു മുന്നൊരുക്കമാണ് ചെയ്തിട്ടുള്ളത് എന്ന് ഓരോരുത്തരും ആലോചിക്കട്ടെ. ആ ആലോചനയിലാണ് അള്ളാഹുവിനെ പറ്റിയിട്ടുള്ള തഖ്വ, ജീവിത വിശുദ്ധി അത് നിലകൊള്ളുന്നത്. എത്രത്തോളം നമ്മുടെ ജീവിതം നാളേക്ക് വേണ്ടി ഒരുക്കി വെച്ച കാര്യങ്ങളെപ്പറ്റി ചിന്തയിലാണോ അത്രയും അള്ളാഹുവിനെ സൂക്ഷിക്കുവാനും വിശുദ്ധവും പരിശുദ്ധവുമായൊരു ജീവിതം നയിക്കാനും നമുക്ക് ഉപകാരപ്പെടും. അപ്പൊ അസ്ലതാണ് തഖ്വയുടെ അസ്ല് എന്ന് പറഞ്ഞാൽ, അതിൻ്റെ പൂർണ്ണതയിലേക്ക് നമ്മൾക്ക് നടക്കണം എന്നുണ്ടെങ്കിൽ ജീവിതത്തിൻ്റെ ഒരു ശീലമാണ് വൽ തൻദുർ നഫ്സും മാ ഖദ്ദമത് ലിഗദ്. നാളേക്ക് വേണ്ടി ഞാൻ എന്താണ് ചെയ്തു വെച്ചത് എന്ന് ഓരോ നിമിഷവും ആലോചിച്ചു കൊണ്ടിരിക്കുക. ഏറ്റവും അധികം അത് ആലോചിക്കുന്ന ആളുകൾ, ഏറ്റവും അധികം അതിനെപ്പറ്റി ചിന്തിക്കുന്ന ആളുകളാണ് രക്ഷ പ്രാപിക്കാൻ പോകുന്നത്. അതിനെപ്പറ്റി ചിന്തയില്ലാത്ത മനുഷ്യന്മാരുണ്ട്. അതിനെപ്പറ്റി കാര്യമായി യാതൊരു ചിന്തയുമില്ലാത്ത മനുഷ്യന്മാർ അവരങ്ങനെ ജീവിച്ചു കൊണ്ടിരിക്കും. മഹാബകളിൽ, അവരുടെ ദേഹേച്ഛകളിൽ, അതിൽ ആനന്ദിച്ചും അതിൽ അഭിരമിച്ചും അവരങ്ങനെ ജീവിച്ചു കൊണ്ടിരിക്കും. സത്യവിശ്വാസികളല്ല. അവരുടെ എല്ലാ രംഗത്തും അവൻ്റെ ചെയ്തികൾ, അവൻ്റെ പ്രവർത്തനങ്ങൾ, അതിൽ നാളേക്ക് വേണ്ടി താൻ ഒരുക്കി വെച്ചത് എന്താണ് എന്നതിനെപ്പറ്റി അവൻ ചിന്തിക്കുന്നു. അതിനെപ്പറ്റി സദാ അവൻ ആലോചിച്ചു കൊണ്ടിരിക്കുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അതുകൊണ്ടാണ് വിശ്വാസികളുടെ സ്വഭാവം പറഞ്ഞപ്പോൾ, വിശ്വാസികളുടെ ശ്രദ്ധയെപ്പറ്റി പറഞ്ഞപ്പോൾ അള്ളാഹുവിൻ്റെ റസൂൽ അബൂദർ റളിയല്ലാഹു വിളിച്ചുകൊണ്ട് പറയുകയാണ്, ലാ തഹ്കിറന്ന മിനൽ മഅറൂഫി ശൈഅൻ. നന്മയിൽ ഒരു കാര്യത്തെയും താങ്കൾ നിസാരമാക്കരുത്. നന്മയായ കാര്യങ്ങളിൽ ഒന്നിനെപ്പോലും നിസാരമാക്കരുത്. ലാ തഹ്കിറന്ന മിനൽ മഅറൂഫി ശൈഅ. ഒരു നല്ല കാര്യങ്ങളെയും, മഅറൂഫായിട്ടുള്ള എന്തെങ്കിലും ഒരു കാര്യമാകട്ടെ, നിസ്സാരമായ കാര്യമാകട്ടെ, ലാ തഹ്കിറൻ, താങ്കൾ അതിനെ എന്ത് ചെയ്യരുത്, നിസ്സാരമാക്കി കളയരുത്. വലൗ അൻ തൽഖാ അഖാക ബിവജ്ഹിൻ തൽഖിൻ. താങ്കളുടെ സഹോദരനെ മുഖപ്രസന്നതയോടെ നോക്കുക എന്നതുപോലും, കണ്ടുമുട്ടുക എന്നതുപോലും നിസ്സാരാക്കരുത്. ഒരാളെ കാണുമ്പോൾ, ഒരു മനുഷ്യനെ കാണുമ്പോൾ, അയാളെ മുഖത്തേക്ക് നോക്കുമ്പോൾ അല്പം പ്രസന്നഭാവത്തിൽ, ആളുകൾക്കൊരു സന്തോഷം തോന്നുന്ന രൂപത്തിൽ, ആളുകൾക്ക് വെറുപ്പും അകൽച്ചയും തോന്നാത്ത മുഖഭാവത്തോടെ മുഖം ഒന്ന് പ്രസന്നമാക്കിക്കൊണ്ട് താങ്കൾ തൻ്റെ സഹോദരൻ്റെ മുഖത്തേക്ക് നോക്കുന്ന പോലത്തെ കാര്യം പോലും നിസാരാക്കി കളയരുത്. അങ്ങനെ നന്മയിലെ ഒന്നിനെയും നിസാരമാക്കരുതെന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത്. കാരണം എന്താ? വിശ്വാസിന്റെ ജീവിതശീലം എന്ന് പറഞ്ഞാൽ നാളേക്ക് വേണ്ടി എന്താണ് അവൻ ഒരുക്കുന്നത് എന്ന് സ്വയം ആലോചിച്ചു കൊണ്ടിരിക്കുന്നവന്റെ മുമ്പിലേക്കാണ് അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞത്, താങ്കൾ എന്ത് ചെയ്യരുത്, ഒരു നന്മയെയും സ്വന്തം സഹോദരനെ ഒരു മുഖപ്രസന്നതയോടുകൂടി നോക്കുന്ന കാര്യത്തിൽ പോലും നിസാരമായി കാണരുത് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുക. മാത്രമല്ല അള്ളാഹുവിന്റെ റസൂലിനെ ഇത്തരം ആളുകൾക്ക് ഞാൻ നാളേക്ക് വേണ്ടി എന്താണ് ഒരുക്കി വെച്ചത് എന്നതിനെപ്പറ്റി ചിന്തിക്കാൻ താല്പര്യമുള്ള ആളുകൾക്ക് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ധാരാളം പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. അള്ളാഹുവിന്റെ റസൂലേ ധാരാളം പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. നമുക്ക് കാണാം, ഇമാം ബസാറും ഇമാം ബൈഹഖിയും ഉദ്ധരിച്ച ഒരു ഹദീസിൽ കാണാം, അനസ് റളിയല്ലാഹു അൻഹു, അനസ് റളിയല്ലാഹു അൻഹു നിവേദനം, അനിൻ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖാൽ, അല്ലാഹുവിന്റെ റസൂൽ പറയാണ്, സലാസു കഫാറാത്തിൻ വസലാസു ദറജാത്തിൻ വസലാസു മുൻജിയാത്തിൻ വസലാസു മുഹ്ലികാത്തിൻ. അല്ലാഹുവിന്റെ റസൂൽ ഇങ്ങനെ നാളേക്ക് വേണ്ടിയിട്ട് ഞാൻ എന്താണ് ഒരുക്കിയത് എന്ന് സ്വന്തം ജീവിതത്തെ നിരൂപണം ചെയ്യുന്ന ആളുകൾക്ക്, സ്വന്തം പ്രവർത്തനങ്ങളെ നിരൂപണം ചെയ്യുന്ന ആളുകൾക്ക് വേണ്ടി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു കൊടുക്കാണ്, സലാസു കഫാറാത്തിൻ, 3 കാര്യങ്ങൾ പരിഹാരമാണ്, പാപമോചനം ലഭിക്കുന്ന കാര്യങ്ങളാണ്. 3 കാര്യങ്ങൾ പാപമോചനം ലഭിക്കുന്നതാണ്. വസലാസു ദറജാത്തിൻ, 3 കാര്യങ്ങൾ നിങ്ങളുടെ പദവികൾ ഉയർത്തുന്നതാണ്.
ആ 3 കാര്യങ്ങൾ ചെയ്താൽ നിങ്ങളെ പദവികൾ അല്ലാഹു ഉയർത്തിക്കൊണ്ടിരിക്കും. വസലാസു മുൻജിയാത്തുൻ, 3 കാര്യങ്ങൾ നിങ്ങൾ അനുഷ്ഠിച്ചാൽ നിങ്ങൾക്ക് രക്ഷ പ്രാപിക്കാൻ കഴിയും. വസലാസു മുഹ്ലികാത്തിൻ, അതുപോലെ തന്നെ 3 കാര്യങ്ങൾ അത് എന്താണ്? നിങ്ങൾക്ക് നാശമുണ്ടാക്കുന്ന കാര്യങ്ങളാണ്. ഇങ്ങനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എണ്ണി പറഞ്ഞു കൊടുക്കുന്ന നമുക്ക് കാണാൻ സാധിക്കും. അതിൽ ഒന്നാമതായിട്ട് അല്ലാഹുവിന്റെ റസൂൽ എണ്ണി ഫഅമ്മൽ കഫാറാത്ത്, പാപപരിഹാരകരമായ കാര്യങ്ങൾ 3 ആ 3 കാര്യങ്ങൾ നിങ്ങൾ അനുഷ്ഠിച്ചു കൊണ്ടിരുന്നാൽ നിങ്ങളുടെ ജീവിതത്തിലെ പാപങ്ങൾ അല്ലാഹു സുബ്ഹാനഹു തആല ഇങ്ങനെ ഓരോന്നായിട്ട് ഇങ്ങനെ പുറത്തുകൊണ്ടിരിക്കുന്നുണ്ടാവും. ആ അമൽ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്തൊക്കെ അല്ലാഹു സുബ്ഹാനഹു തആല പുറത്തുകൊണ്ടിരിക്കുന്നുണ്ടാവും. അങ്ങനത്തെ 3 കാര്യങ്ങൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നു. വൽ തൻദുർ നഫ്സും മാ ഖദ്ദമത് ലിഗദിൻ, നാളേക്ക് വേണ്ടി എന്തൊരു മുന്നൊരുക്കമാണ് ചെയ്തത് എന്ന് ആലോചിക്കുന്ന സ്വഭാവമുള്ള ആളുകൾക്ക് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു കൊടുക്കുക. നിന്റെ ചിന്തക്ക് അനുസൃതമായത് എന്താ? ഫഇസ്ബാഉൽ വുദൂഇ ഫിസ്സബറാത്ത് ശിദ്ദത്തിൽ ബർദി. എന്താണ് അല്ലാഹുവിന്റെ റസൂൽ പറയുന്നു? പൂർണ്ണമായും നീ വുദു ചെയ്യുക. ഏത് സമയത്ത്? ശിദ്ദത്തിൽ ബർദ്, കഠിനമായ തണുപ്പുള്ള ഒരു അവസ്ഥയിലും പൂർണ്ണമായും നീ വുദു ചെയ്യുക. ആ വുദു ചെയ്യുമ്പോൾ വുദു ചെയ്യാൻ പ്രയാസകരമായ സാഹചര്യം ഹദീസ് വിശദീകരിക്കുമ്പോൾ ഉലമാക്കൾ തണുപ്പിനെ മാത്രമല്ല അതിലേക്ക് ചേർത്ത് പറഞ്ഞത്, മറിച്ച് വുദു ചെയ്യാൻ പ്രയാസം തോന്നുന്ന അവസ്ഥകളിൽ നീ എന്ത് ചെയ്യുക? വുദു ചെയ്യുക. പൂർണ്ണമായിട്ടും വുദു ചെയ്യുക. ആ വുദു ചെയ്യുമ്പോഴുള്ള പ്രയാസത്തെ നീ സഹിക്കുക. അങ്ങനെ നീ സഹിച്ചു കഴിഞ്ഞാൽ അത് നിനക്ക് കഫാറാത്താണ്. ആ വുദു അത് ഉണങ്ങി അതിൻ്റെ ഓരോ തുള്ളികളും ഇറ്റി വീണ് അത് മാഞ്ഞു പോകുന്നത് വരെ, വുദുവിൻ്റെ അവയവങ്ങളിൽ നിന്ന് അത് മാഞ്ഞു പോകുന്നത് വരെ, അത് ഉണങ്ങി വരണ്ടു പോകുന്നത് വരെ നിന്റെ പാപങ്ങൾ പൊഴിഞ്ഞുകൊണ്ടേയിരിക്കും എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുക. ഞാൻ ഒരു വുദു ചെയ്താലുണ്ടാവുന്ന എനിക്ക് കിട്ടാൻ പോണ ഗുണാണ് ഈ പറയുന്നത്. വുദു ചെയ്തിട്ട് എൻ്റെ ഏതെല്ലാം അവയവങ്ങൾ നനഞ്ഞിരിക്കുന്നുവോ അവിടെ നിന്ന് വെള്ളത്തുള്ളികൾ ഒലിച്ചിറങ്ങുന്നുവോ ഇറ്റു വീഴുന്നുവോ അതിനനുസരിച്ച് എൻ്റെ പാപങ്ങൾ അല്ലാഹു സുബ്ഹാനഹു തആല പൊഴിച്ചുകൊണ്ടിരിക്കുക. കഫാറാത്താണ് എനിക്ക്. എൻ്റെ പാപമോചനങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ടാണ് ഓരോ നമസ്കാരത്തിനും വുദു പുതുക്കുന്ന ശീലം മഹാന്മാരായ ആളുകൾ ശീലിച്ചു പോന്നതാണ്. നമ്മൾ പരമാവധി മഹത്തുക്കളുടെ കറാമത്ത് പറയുമ്പോൾ ഒറ്റ വുദു കൊണ്ട് 40 കൊല്ലം നിസ്കരിച്ച കഥയൊക്കെ പറയും ചില ആളുകൾ. ഒരൊറ്റ വുദു എടുത്തിട്ട് 40 വർഷം ആ വുദു മുറിയാതെ നിസ്കരിച്ചു എന്ന് ചില മഹാന്മാരുടെ കറാമത്തായിട്ട് പറയും. ശരിക്കൊരു വിശ്വാസി ചെയ്യേണ്ടത് എന്താ? അവനൊരു നിസ്കാരം നിസ്കരിച്ച് കഴിഞ്ഞിട്ട് അടുത്ത നിസ്കാരത്തിന് അവനക്ക് വുദു ഉണ്ടെങ്കിൽ വുദു പുതുക്കാണ് ചെയ്യേണ്ടത്. വുദു പുതുക്കിക്കൊണ്ടിരിക്കുക. കാരണം എന്താ? അങ്ങനെ നിസ്കരിച്ച വലിയൻ്റെ അവസ്ഥ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. അത് സത്യമാണെങ്കിൽ 40 വർഷം ആ മനുഷ്യന് കഫാറത്ത് വുദുവിൻ്റെ വെള്ളം ഇറ്റിയിട്ട് കിട്ടിയിട്ടില്ല എന്നതിൻ്റെ അർത്ഥം. ഒരു വുദു എടുത്തിട്ട് 40 കൊല്ലം ഒരാൾ നിസ്കരിച്ചെന്ന് പറഞ്ഞാൽ 40 കൊല്ലം വറ്റാത്ത വുദുവിൻ്റെ വെള്ളം ഉണ്ടാവില്ലല്ലോ. അന്ന് വറ്റിയിട്ട് അതൊരു മണിക്കൂർ കഴിഞ്ഞ് വറ്റിയിട്ട് പിന്നെ 40 വർഷം ആ വുദുവിൻ്റെ കഫാറാത്ത് കിട്ടിയില്ല എന്നാണ് മദ്ഹ് പറഞ്ഞ് നമ്മൾ പിന്നെ അതിന് കടക്കുമ്പോൾ പാടില്ലാത്തത് പറയും എന്നതിൻ്റെ ലക്ഷ്യമാണ്. യഥാർത്ഥത്തിൽ സത്യവിശ്വാസികൾ എന്താ? വുദു ഇങ്ങനെ പുതുക്കിക്കൊണ്ടിരിക്കുക. മുറിഞ്ഞിട്ടില്ലെങ്കിലും നമ്മളൊരു നിസ്കാരം നിസ്കരിച്ചിട്ട് അങ്ങനെ പള്ളിയിലിരിക്കുകയാണ്. പള്ളിയിലിരുന്ന് നമ്മളങ്ങനെ ഖുർആൻ ഓതി ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് അടുത്ത നിസ്കാരത്തിന് വാങ്ങിക്കൊടുക്കുകയാണ്. നമുക്കറിയാം നമുക്ക് വുദു ഉണ്ടെന്ന്. ആ വുദുവിൽ വേണമെങ്കിൽ നിസ്കരിക്കാം. പക്ഷേ വിശ്വാസി ആഗ്രഹിക്കുന്നത് എന്താ? കഫാറാത്താണ്. അവൻ്റെ പാപങ്ങൾ പൊഴിക്കപ്പെടണം. അതിനുവേണ്ടി വുദു പുതുക്കിക്കൊണ്ടിരിക്കുക. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു ഫഇസ്ബാഉൽ വുദൂഇ ഫിസ്സബറാത്ത്. അതിതണുത്ത സമയത്ത് പോലും വുദു ചെയ്യാൻ പ്രയാസമുള്ള സമയത്ത് പോലും താങ്കൾ എന്ത് ചെയ്യുക? വുദു ചെയ്തുകൊണ്ടിരിക്കുക. കഫാറാത്ത്, പാപങ്ങൾ പൊഴിച്ചുകൊണ്ടിരിക്കുക. വേറൊരു പണിയില്ല, അതിങ്ങനെ പാപം പൊഴിച്ചുകൊണ്ടിരിക്കും. രണ്ടാമതായിട്ട് റസൂലുള്ളാഹി എണ്ണി വൻതിളാറു സ്വലാത്തി ബഅദ സ്വലാത്ത്, ഒരു നമസ്കാരത്തിന് ശേഷം മറ്റൊരു നമസ്കാരത്തെ കാത്തിരിക്കുക എന്ന് പറഞ്ഞാൽ നമ്മൾ ളുഹർ നമസ്കരിച്ച് കഴിഞ്ഞാൽ വേറൊരു പണിയില്ല.
വേറൊരു ആവശ്യമില്ലെങ്കിൽ ആ പള്ളിയിൽ തന്നെ ഇരുന്ന് അസർ വരെ നമ്മൾ ഇരുന്നാൽ, അടുത്ത നമസ്കാരത്തിനെ കാത്തിരുന്നാൽ, അത്രയും സമയത്ത് നമ്മൾ മുൻ ചെയ്ത പാപങ്ങൾ ഓരോന്നും 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 പുറത്തുകൊണ്ടിരിക്കുകയാണ്. കഫാറത്താണ്, അതിനുള്ള പാപമോചനത്തിന്റെ പരിഹാരമാണ്. ആ സമയങ്ങളിൽ, സെക്കൻഡുകളിൽ, മിനിറ്റുകളിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല യാ ഇരിപ്പിന്, ഒരു നമസ്കാരം കഴിഞ്ഞിട്ട് മറ്റൊരു നമസ്കാരത്തെ പ്രതീക്ഷിച്ചിട്ടുള്ള ആ ഇരിപ്പിന് അല്ലാഹു പാപമോചനം കൊടുത്തുകൊണ്ടേയിരിക്കുന്നു. ഹദീസിന്റെ വിശദീകരണത്തിൽ പണ്ഡിതന്മാർ വ്യത്യസ്ത അഭിപ്രായങ്ങൾ മുഹദ്ദിസുകൾ പറയുന്ന കാണാം. ചില പണ്ഡിതന്മാർ പറഞ്ഞ്, ചില മുഹദ്ദിസുകൾ പറഞ്ഞത് ഇത് പള്ളിയാണ് പ്രഥമം. പള്ളിയിൽ ജമാഅത്ത് നമസ്കരിച്ചിട്ട് ആ ജമാഅത്ത് നമസ്കാരത്തിന് ശേഷം അത്യാവശ്യമല്ലാത്ത കാര്യങ്ങൾക്ക് വേണ്ടി ഇട്ടല്ലാതെ പുറത്തു പോകാതെ ഇങ്ങനെ പള്ളിയിൽ ചടഞ്ഞിരിക്കുക. വളരെ അത്യാവശ്യമാണെങ്കിൽ പുറത്തു പോകണോണ്ട് കുഴപ്പമില്ല. അതല്ലാത്ത കാര്യങ്ങളൊക്കെ ഒഴിവാക്കിയിട്ട് പള്ളിയിലിരുന്ന് അടുത്ത വഖത്ത് വരെ കാത്തിരിക്കുന്ന ആളുണ്ടല്ലോ, അയാളാണ് ഏറ്റവും ഇതിന് അർഹൻ, ഈ കഫാറാത്തിന് അർഹൻ എന്ന് ഉലമാക്കൾ പറയുന്നു. എന്നാൽ പണ്ഡിതന്മാരിൽ തന്നെ വലിയൊരു വിഭാഗം വിശദീകരിച്ചു, ഇത് കേവലം പള്ളിയിൽ മാത്രമല്ല. നമ്മളിപ്പോൾ ജുമാ നമസ്കരിച്ചിട്ട് നമ്മുടെ പണിസ്ഥലത്തേക്ക് നമ്മൾ പോകുമ്പോൾ നമ്മുടെ മനസ്സിൽ അടുത്ത ബാങ്കിനെ കാത്തുകൊണ്ടിരിക്കുന്നൊരു മാനസികാവസ്ഥ, അടുത്ത നമസ്കാരത്തെ കാത്തുകൊണ്ടിരിക്കുന്നൊരു മാനസികാവസ്ഥ, ആ ബാങ്ക് കേട്ടിട്ട് വേണം എനിക്ക് അടുത്ത വഖത്തിന് പോകാൻ എന്ന് മനസ്സിലൊരാഗ്രഹവും നെയ്യത്തും കാത്തു സൂക്ഷിച്ച് ബാങ്കിന് ചെവിയോർത്ത് വേറെ ഏത് കാര്യത്തിലും, ജോലിയിലും, എന്ത് പ്രവർത്തനത്തിലും നിങ്ങൾ ഏർപ്പെട്ടാലും നിങ്ങൾ ആരാണ്? ഒരു നമസ്കാരത്തിന് ശേഷം മറ്റൊരു നമസ്കാരത്തെ പ്രതീക്ഷിച്ച് കാത്തിരുന്നവനാണ്. നിങ്ങൾക്കും കഫാറാത്തുണ്ട്, നിങ്ങൾക്കും കഫാറാത്തുണ്ട് എന്ന് പറഞ്ഞാൽ നമസ്കാരത്തെ പറ്റിയിട്ട് അതിൻ്റെ ബാങ്കും അതിൻ്റെ വഖത്തും അതിൻ്റെ ഇഖാമത്തും അതിൻ്റെ ജമാഅത്തും അതിൻ്റെ സമയവും ഒക്കെ പ്രതീക്ഷിച്ചും കാത്തും അതെല്ലാം നോക്കി അങ്ങനെ ജീവിച്ചു പോണ ആളുകളുണ്ടല്ലോ, അവർക്കിങ്ങനെ അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്ക് കഫാറാത്ത് കൊടുത്തുകൊണ്ടിരിക്കും, പാപമോചനം, പരിഹാരം അള്ളങ്ങനെ കൊടുത്തുകൊണ്ടിരിക്കും. നമ്മൾ ജീവിതത്തിൻ്റെ ഒരു ശീലമാക്കണം എന്നാണ്, വിശ്വാസിയുടെ ജീവിതത്തിൻ്റെ ശീലമാക്കണം ഈ സ്വഭാവം. ബാങ്കിനെപ്പറ്റി, നമസ്കാരത്തെപ്പറ്റി, സമയത്തെപ്പറ്റി എപ്പോഴും ഓർമ്മയുള്ളവൻ, അതിനെപ്പറ്റി എപ്പോഴും ശ്രദ്ധയുള്ളവൻ, ആ ബാങ്ക് കൊടുക്കുന്നത് കേൾക്കുമ്പോൾ നമസ്കാരത്തിൻ്റെക്ക് പ്രവേശിക്കാൻ ആഗ്രഹിക്കുന്ന മാനസികാവസ്ഥ സത്യവിശ്വാസികൾ നിലനിർത്തിയാൽ അത് കഫാറത്താണ്. അപ്പോൾ രണ്ടാമത്തത് അതാണ്. ഇനി മൂന്നാമത്തെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, വനഖുൽ അഖ്ദാമി ഇലൽ ജമാഅത്ത്, ജമാഅത്ത് നമസ്കാരങ്ങൾക്ക് വേണ്ടി നടന്നു പോവുക. ഒരു മനുഷ്യൻ ജമാഅത്ത് നമസ്കാരത്തിന് വേണ്ടി, ഈ ഹദീസിന്റെ വിശദീകരണത്തിൽ കാണാം, വാഹനത്തെ ഇവിടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പ്രത്യേകം പറഞ്ഞില്ല, നടത്തത്തെയാണ് പറഞ്ഞത്, നടത്തത്തെയാണ് പറഞ്ഞത്. വനഖ്ലുൽ അഖ്ദാമി ഇലൽ ജമാഅത്ത്, നമസ്കാരങ്ങൾക്ക് വേണ്ടി, ജമാഅത്ത് നമസ്കാരങ്ങൾക്ക് വേണ്ടി വീട്ടിൽ നിന്നോ പള്ളിയിൽ നിന്നോ അല്ല വീട്ടിൽ നിന്നോ ഓഫീസിൽ നിന്നോ മറ്റെവിടെ നിന്നാവട്ടെ അവൻ വുളൂ ചെയ്ത് അവിടെ നിന്നും പള്ളിയിലേക്ക് ജമാഅത്തിന് വേണ്ടി നടന്നു വരുമ്പോൾ അവൻ എത്ര നടക്കുന്നുവോ ആ നടത്തത്തിൻ്റെ ഓരോ സ്റ്റെപ്പിലും അല്ലാഹു സുബ്ഹാനഹു വ തആല അത് കഫാറാത്തായിട്ട് എടുക്കും. അവൻ്റെ പാപമോചനത്തിൻ്റെ പരിഹാര മാർഗമായിട്ട് റബ്ബ് സുബ്ഹാനഹു വ തആല എടുക്കുമെന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോൾ ഈ മൂന്ന് കാര്യങ്ങൾ നിങ്ങൾക്ക് കഫാറാത്താണ്. ഈ മൂന്ന് കാര്യങ്ങളിൽ നിങ്ങൾ സൂക്ഷിച്ചാൽ നിങ്ങളുടെ ജീവിതത്തിലെ വലിയ പാപത്തിൻ്റെ അളവ് ഈ മൂന്ന് കാര്യങ്ങൾ സൂക്ഷിക്കുമ്പോൾ തന്നെ പോയിക്കൊണ്ടിരിക്കും എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുക. ഇനി മൂന്ന് കാര്യങ്ങൾ അടുത്തതേതാ? ദറജാത്ത്, പദവികൾ ഉയർത്തുന്ന കാര്യം. ഒരു വിശ്വാസിയുടെ ഈമാനിന്റെ പദവി അവൻ ഉയർത്തിക്കൊണ്ടിരിക്കുന്ന മൂന്ന് കാര്യങ്ങൾ റസൂലുള്ള പറയുന്നു. ഒന്നാമത്തെ കാര്യം എന്താ? ഭക്ഷണം കൊടുക്കാം, ആളുകളെ ഊട്ടുക. ആ സ്വഭാവം ഒരു സത്യവിശ്വാസിയുടെ പദവി ഉയർത്തുന്നതാണ്. വിശ്വാസികൾ സൽക്കാരം നടത്തുന്നതിന് താല്പര്യമുള്ളവരായിരിക്കും. സത്യവിശ്വാസികളുടെ സ്വഭാവം അതാ. അല്ലാതെങ്ങനെ പിശുക്ക് പിടിച്ച് വളരെ ചുരുങ്ങിയ
ആ ഒരു രൂപത്തിലേക്ക് പോകുന്ന ആളുകളല്ല സത്യവിശ്വാസികൾ. ആളുകൾക്ക് ഭക്ഷണം കൊടുക്കുക എന്നത് വിശ്വാസികൾക്ക് വളരെ സന്തോഷമുള്ള കാര്യമായിരിക്കും, വളരെ സന്തോഷമുള്ള കാര്യമായിരിക്കും. അതുകൊണ്ടാണ് നിങ്ങൾ ആലോചിച്ച് നോക്കുക, പിന്നെ ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിൻ്റെ അടുത്തേക്ക് മലക്കുകൾ മനുഷ്യരൂപത്തിൽ വന്ന സംഭവം വിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട്. ഇബ്രാഹിം നബി ചെയ്തതെന്താ? ആ മലക്കുകൾക്ക് ഭക്ഷിക്കുന്നതിന് വേണ്ടി ഒരു മൂരിക്കുട്ടിനെ അറുത്ത് ഭക്ഷിപ്പിക്കുകയാണ് അദ്ദേഹം ചെയ്യുന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ വലീമത്തിനെ പറ്റി പറയുമ്പോൾ അള്ളാഹുവിൻ്റെ റസൂൽ പറഞ്ഞെന്താ? ഔലിം വലൗ ബിശാത്തിൻ, ഒരു ആടിനെ അറുത്തെങ്കിലും നീ എന്ത് ചെയ്യണം? വലീമത്ത് കൊടുക്കണം എന്ന് പറഞ്ഞാൽ ഊട്ടുന്നതിനെ, ഭക്ഷിപ്പിക്കുന്നതിനെ ഇസ്ലാം വലിയ പ്രോത്സാഹനം നൽകിയിട്ടുണ്ട്. ആ ഭക്ഷിപ്പിക്കൽ പാവപ്പെട്ടവർക്കും മിസ്കീങ്ങൾക്കും ഫക്കീറിനാകുമ്പോൾ ഇരട്ടി പ്രതിഫലമാണ്. അവിടെ മാത്രമാണോ പ്രതിഫലം? അല്ല, അവിടെ മാത്രമല്ല, ഏതുള്ളവനും ഏത് ധനികനെയും നമ്മൾ വിരുന്നു കൊടുത്താൽ, സൽക്കരിച്ചാൽ റബ്ബ് സുബ്ഹാനഹു തആല ദറജ ഉയർത്തിക്കൊണ്ടിരിക്കും. സത്യവിശ്വാസികളുടെ വിരുന്നൂട്ടുന്നവനാണ് സത്യവിശ്വാസി. ശരിക്കും നമ്മൾ മനസ്സിലാക്കിക്കോ, വിരുന്നൂട്ടുന്നവനാണ്, നല്ല വലീമത്ത് കൊടുക്കുന്നവരാണ്, നല്ല വിരുന്ന് കൊടുക്കുന്നവരാണ്, നല്ല ഭക്ഷണം കൊടുക്കുന്നവരാണ്. ആ ഭക്ഷണം കൊടുക്കുന്നതിനനുസരിച്ച് അള്ളാഹു അവൻ്റെ ദറജ വർദ്ധിപ്പിച്ചുകൊണ്ടിരിക്കും. അല്ലാണ്ട് ചുരുക്കി ധൂർത്തും അതും ഇതും എന്നൊക്കെ പറഞ്ഞിട്ട് ആളുകളെ പിടിച്ചു നിർത്തുന്ന ചില വയലുകൾ നമ്മൾ കേൾക്കാറുണ്ട് വലീമത്തിനെ പറ്റിയിട്ട്. വലീമത്ത് കൊടുക്കുക എന്ന് പറഞ്ഞാൽ ചായയും ബിസ്ക്കറ്റും മതി എന്ന് പറയുന്ന സൂക്ഷ്മതയുടെ പ്രഭാഷണങ്ങൾ നമ്മൾ കേൾക്കാറുണ്ട്. അങ്ങനെ ഒരു സംഭവം ഇസ്ലാമുമായിട്ട് ബന്ധമില്ല. വലീമ എന്ന് പറഞ്ഞ വെറും ചായയും ബിസ്ക്കറ്റിൽ ഒതുക്കാനല്ല. അള്ളാഹുവിൻ്റെ റസൂൽ പറഞ്ഞെന്താ? വലൗ ബിശാത്തിൻ എന്നാണ്. നീ ഒരു ആടിനെ അറുത്തുകൊണ്ട് ഔലിം വലൗ ബിശാത്തിൻ, ഔലിം നീ വലീമത്ത് കൊടുക്ക്, വലൗ ബിശാത്തിൻ ഒരു ആടിനെ കൊണ്ടെങ്കിലും നീ വലീമത്ത് കൊടുക്ക്. വലീമത്ത് എന്ന് പറഞ്ഞാൽ എന്താ? കല്യാണ സദ്യ എന്നർത്ഥം. കല്യാണ ഭക്ഷണം നീ കൊടുക്കേണ്ട എന്താ? അറ്റ്ലീസ്റ്റ് ഒരു ആട് എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. വലൗ ബിശാത്തിൻ, ഒരു ആടിനെ അറുത്തെങ്കിലും എന്ന് പറഞ്ഞ പ്രോത്സാഹനാണ്, അല്ലാതെ ചുരുക്കലല്ല. നമ്മുടെ കോൺസെപ്റ്റ്, ഇൽമും നമ്മുടെ സങ്കല്പവും വ്യത്യാസമുണ്ട്. നമ്മുടെ സങ്കല്പം നമ്മൾ ജീവിക്കുന്ന സാമൂഹികാന്തരീക്ഷത്തിലെ ഇസങ്ങൾ നമ്മളെ സ്വാധീനിക്കാൻ സാധ്യതയുണ്ട്. അങ്ങനെയാണ് നമുക്ക് വീക്ഷണങ്ങൾ വരിക. ഏത് ഇസാണോ, ഏത് ഇസത്തിനുമായി നമ്മൾ ചേർന്ന് നിന്നോ അത് നമ്മളെ സ്വാധീനിക്കാൻ സാധ്യതയുണ്ട്. എന്നാൽ ഇൽമ എന്ന് പറഞ്ഞാൽ എന്താ? അത് ആകാശത്ത് നിന്ന് വന്നതാണ്, വഹിയായിട്ട് ഭൂമിയിലേക്ക് അവതരിപ്പിക്കപ്പെട്ടതാണ് ഇൽമ. ഖുർആനും സുന്നത്തും, ആ ഖുർആനും സുന്നത്തിൻ്റെയും താല്പര്യമാണ് മുന്തിച്ചു നിൽക്കേണ്ടത്, അല്ലാതെ നമ്മുടെ മനസ്സിൻ്റെ തോന്നലുകളല്ല. അപ്പോൾ ഭക്ഷണം കൊടുക്കുക എന്നത് അല്ലാഹു സുബ്ഹാനഹു തആല ദറജ ഉയർത്തുന്ന കാര്യമാണ്. ആർക്ക് ഭക്ഷണം കൊടുക്കുമ്പോഴും നന്നാക്കി കൊടുക്കണം, നല്ല രൂപത്തിൽ കൊടുക്കണം. ആ ഭക്ഷണം കൊടുക്കുന്ന സൽക്കാരപ്രിയത അത് വിശ്വാസിയുടെ ഒരു സ്വഭാവമാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നു. ദറജ വർദ്ധിക്കുന്നു. ഇനി രണ്ടാമത്തെ അല്ലാഹുവിൻ്റെ റസൂൽ പറഞ്ഞു വ ഇസ്ഫാഉസ് സലാം, സലാം അധികരിപ്പിക്കുക, സലാം ചൊല്ലിക്കൊണ്ടിരിക്കുക. പരിചയമുള്ളവരും ഇല്ലാത്തവരും ആരാകട്ടെ അവരോടൊക്കെ സലാം ചൊല്ലിക്കൊണ്ടിരിക്കുക. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം റസൂലുള്ളാഹിയുടെ സലാമുകൾ എന്ന് നിങ്ങൾ സെർച്ച് ചെയ്താൽ ഹദീസുകളിൽ നിന്ന് നിങ്ങൾക്ക് കാണാം. അല്ലാഹുവിൻ്റെ റസൂല് കുട്ടികളോട് സലാം ചെല്ലുന്ന ബാബുകൾ കാണാം. കുട്ടികളോട് സലാം ചെല്ലുന്നത്, സ്ത്രീകളോട് സലാം ചെല്ലുന്നത്, സദസ്സുകളോട് സലാം ചെല്ലുന്നത്, അവിശ്വാസികളോട് സലാം ചെല്ലുന്നത്, അവിശ്വാസികളും മുസ്ലിമീങ്ങളും ചേർന്നിരിക്കുന്ന സദസ്സുകളിൽ സലാം ചെല്ലുന്നത്, വഴിയോരങ്ങളിൽ കടന്നു പോകുമ്പോൾ സലാം ചെല്ലുന്നത്, സദാസമയം സലാം ചെല്ലും. എത്രത്തോളം എന്ന് പറഞ്ഞാൽ അള്ളാഹുവിൻ്റെ റസൂല് സലാമിൻ്റെ മഹത്വം പഠിപ്പിച്ചതിന് ശേഷം സലഫുകൾ എന്ത് ചെയ്യുമായിരുന്നു? അവർ രണ്ടുപേരിങ്ങനെ നടന്നു പോകുമ്പോൾ സലാം ചൊല്ലി കണ്ടുമുട്ടി വർത്തമാനം പറഞ്ഞ് രണ്ടുപേരിങ്ങനെ നടന്നു പോകുമ്പോൾ അവർക്കിടയിൽ ഒരു മരമുണ്ടാവുകയും ആ മരത്തിൻ്റെ രണ്ട് വശങ്ങളിലൂടെയും അവർ രണ്ടുപേരും കടന്നു പോയാൽ തിരിച്ചെത്തുമ്പോൾ വീണ്ടും സലാം പറയും. നിങ്ങൾ ആലോചിക്കണേ, നമ്മളൊന്ന് ആലോചിക്കണേ, സലാം എത്ര വ്യാപിപ്പിക്കേണ്ട സാധനമാണ്. സദാസമയം നമ്മുടെ വായിൽ നിന്ന് ഒരാളെ കാണുമ്പോൾ വന്നുകൊണ്ടിരിക്കേണ്ട വാക്കാണ്. അമ്പിയാക്കന്മാരും മുഴുവൻ പറഞ്ഞ ഇതാണ്, അമ്പിയാക്കന്മാർ മുഴുവൻ പറഞ്ഞതാണ് സലാം എന്നുള്ളത്. എല്ലാ നബിമാരും അസ്സലാമു അലൈക്കും എന്ന് പറഞ്ഞിട്ടുണ്ട്. എല്ലാ നബിമാരും അസ്സലാമു അലൈക്കും എന്ന് അവർ മനുഷ്യനെ കാണുമ്പോൾ പറഞ്ഞിട്ടുണ്ട്. അല്ലാഹു സുബ്ഹാനഹു തആല വിശ്വാസികളുടെ അഭിസംബോധന രീതിയായിട്ട് അല്ലാഹു സുബ്ഹാനഹു തആല പഠിപ്പിച്ച അത് വ്യാപിപ്പിക്കാനാണ്. നിങ്ങളത് വ്യാപിപ്പിച്ചാൽ എത്ര അധികം സലാം ചൊല്ലുന്നോ അത്രയും നിങ്ങൾ ദറജ വർദ്ധിക്കും. പക്ഷെ നമ്മുടെ സമൂഹത്തിൽ സലാം ചൊല്ലാൻ പാടില്ലാത്ത വിഭാഗങ്ങളെ പഠിപ്പിക്കലാണ് ഉലമാക്കളുടെ കാര്യമായിട്ടുള്ള പണി. പരസ്പരം സലാം ചെല്ലാൻ പാടില്ല എന്നാ ആദ്യം നമ്മൾ മുറിക്കൽ സലാമാണ്.
ഒരു സത്യവിശ്വാസിയുമായി ഏതെങ്കിലും വ്യക്തിപരമായ പ്രശ്നമോ പാർട്ടിപരമായ പ്രശ്നമോ സംഘടനാപരമായ പ്രശ്നമോ ഉണ്ടെങ്കിൽ നമ്മൾ ആദ്യം മുറിക്കുക സലാമാണ്. സലാം മുറിച്ചാൽ, സലാം അവസാനിപ്പിച്ചാൽ, നമ്മൾ ശരിക്കും മനസ്സിലാക്കിക്കോ, സലാം നമ്മൾ അവസാനിപ്പിച്ചാൽ ഏറ്റവും ചുരുങ്ങിയ ബന്ധമാണ്. സത്യവിശ്വാസത്തിന്റെ പേരിൽ പരസ്പരം പാലിക്കേണ്ട ഏറ്റവും ചുരുങ്ങിയ ബന്ധം പോലും അറുത്തവനായിട്ട് നമ്മൾ മാറും. നമ്മളെ വയലുകളതാ ആളുകളെ പഠിപ്പിച്ചുകൊണ്ടിരിക്കും. സുന്നി മുജാഹിദിനോ മുജാഹിദ് സുന്നിക്കോ സലാം ചെല്ലാൻ പാടില്ല എന്നാ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. സലാം വർദ്ധിപ്പിക്കാനാണ് റസൂലുള്ള പഠിപ്പിക്കുന്നത്. സലാം, നിങ്ങൾ സലാം വർദ്ധിപ്പിക്കുക, നിങ്ങൾക്ക് അള്ള ദറജ ഉയർത്തുന്നതാണ്, നിങ്ങളെ പദവി അള്ള ഉയർത്തുന്നതാണ്. അതുകൊണ്ട് വിശ്വാസികളെ സലാം വർദ്ധിപ്പിക്കുക. പിന്നെന്താ, സ്ത്രീകളോട് സലാം ചെല്ലാൻ പാടില്ല പുരുഷന്മാര്. ഏത് ഫിഖ്ഹ? സ്ത്രീകളോട് പുരുഷന്മാരോ പുരുഷന്മാരോട് സ്ത്രീകളോ സലാം ചൊല്ലാൻ പാടില്ല എന്ന് വിശ്വസിക്കുന്ന സമൂഹമുണ്ട്. എന്തിന്റെ അടിസ്ഥാനത്തിൽ? ചില മദ്ഹബുകളുടെ അടിസ്ഥാനത്തിൽ. അള്ളാന്റെ റസൂല് സ്ത്രീകളോട് സലാം ചൊല്ലി എന്ന് ഹദീസിന്റെ ബാബുകളിൽ നിറഞ്ഞു കിടക്കുമ്പോഴാ നമ്മളെ മദ്ഹബും കൊണ്ടുവന്നിട്ട് സലാം ചെല്ലാതിരിക്കുക. ആളുകൾക്ക് സലാം വ്യാപിപ്പിക്കാൻ റസൂലുള്ള പറയുമ്പോൾ ശൈത്താൻ നമുക്ക് പലവിധ ചിന്തകൾ ഇട്ടുതരാ സലാം ചൊല്ലാതിരിക്കാൻ വേണ്ടിയിട്ട്. അതുകൊണ്ട് വിശ്വാസികളെ ദറജ വർദ്ധിക്കണോ, അള്ളാഹു പദവി ഉയർത്തണോ, ധാരാളം സലാം ചൊല്ലുന്ന അവസ്ഥ ഉണ്ടാവുക. ചില ആളുകൾ തെറ്റിദ്ധരിക്കുന്നത് അമുസ്ലിമീങ്ങളോട് സലാം ചെല്ലാൻ പാടില്ല എന്നാണ്. അമുസ്ലിങ്ങളോട് സലാം ചെല്ലൽ ഹറാമാണെന്ന് വിശ്വസിക്കുന്ന ആളുകളുണ്ട്. ഉലമാക്കൾക്കിടയിൽ ഇഖ്തിലാഫുണ്ട്, അഭിപ്രായ വ്യത്യാസമുണ്ട്. ഉലമാക്കൾക്കിടയിൽ അഭിപ്രായ വ്യത്യാസമുണ്ട്. അവരോട് നമ്മൾ സലാം കൊണ്ട് ആരംഭിക്കണ്ട, അവർ ഇങ്ങോട്ട് ആരംഭിച്ചാൽ നമുക്ക് മടക്കാം എന്ന് പറഞ്ഞവരുണ്ട്. അല്ല, നമുക്കും സലാം ചെല്ലാം എന്ന് പറഞ്ഞവരുണ്ട്. കാരണം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു സദസ്സിനോട് സലാം ചെല്ലുമ്പോൾ ആ സദസ്സിൽ മുശ്രിക്കുകളും മുസ്ലിമീങ്ങളും മിക്സായിരിക്കുന്ന വിവരം സഹാബികൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ആ സദസ്സിൽ ആരുണ്ട്? മുശ്രിക്കുകളുടെ. റസൂലുള്ളാഹിക്ക് അറിയാം. റസൂലുള്ള ആ കൂട്ടത്തിലെ മുസ്ലിങ്ങളോട് മാത്രമല്ല സലാം ചൊല്ലിയത്, ആ സദസ്സിനോടാണ് സലാം ചൊല്ലിയത്. ആ സദസ്സിനോട് സലാം ചൊല്ലുമ്പോൾ അവിടെ ആരുണ്ട്? മുശ്രിക്കുകളുണ്ട്. അത് പ്രത്യേകം സഹാബികൾ പഠിപ്പിച്ചെന്ന് പറഞ്ഞു. പിന്നെന്താ, ജൂതന്മാരായ ചില ആളുകൾ അവരോട് റസൂലുള്ള സലാം ചൊല്ലിയിരുന്നു, അവർ റസൂലുള്ളയോടും സലാം ചൊല്ലിയിരുന്നു. പക്ഷേ അവർ റസൂലുള്ളയോട് സലാം ചെല്ലുമ്പോൾ അവർ അസ്സലാമു അലൈക്കും എന്നതിലെ ലാമു കളഞ്ഞിട്ട് അസ്സാമു അലൈക്കും എന്ന് പറയാൻ തുടങ്ങി. അസ്സാമു അലൈക്കും എന്ന് പറഞ്ഞാൽ താങ്കൾക്ക് നാശം ഉണ്ടാവട്ടെ എന്ന് ഉള്ള അർത്ഥത്തിൽ അവർ ഉപയോഗിക്കാൻ തുടങ്ങി. അപ്പോഴാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവരോട് വഅലൈക്കും എന്ന് മാത്രം പറഞ്ഞു തുടങ്ങിയത്. അങ്ങനെയുണ്ട് ചില ആളുകൾ വഅലൈക്കും അസ്സലാം എന്ന് അമുസ്ലിങ്ങൾക്ക് സലാം അടക്കാൻ പാടില്ല എന്ന് വിചാരിക്കുന്ന ആളുകളുണ്ട്. അല്ല, അമുസ്ലിങ്ങൾക്ക് സലാം അടക്കുമ്പോൾ വഅലൈക്കും അസ്സലാം എന്ന് പറയാം. പക്ഷെ അസ്സാമു അലൈക്കും എന്ന് പറയുന്നവന് മറുപടിയായിട്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വഅലൈക്കും, നിങ്ങൾ എന്താണോ ഇങ്ങോട്ട് ഉദ്ദേശിച്ചത് അതന്നെ അങ്ങോട്ടും എന്ന നിലയ്ക്ക് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സംസാരിച്ചത്. ഏതായാലും വിശ്വാസികൾ മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട കാര്യമാണ് സലാം വ്യാപിപ്പിക്കുക, വർദ്ധിപ്പിക്കുക, എല്ലാവരോടും സലാം പറയുക എന്നത് നമ്മുടെ സ്വന്തം ദറജ വർദ്ധിക്കുന്ന കാര്യമാണ്. സലഫുകൾ ഒരു മറക്ക് പിന്നിൽ നിന്നും അവർ പുറത്തു വന്നാൽ അവർ അപ്പോൾ വീണ്ടും സലാം മടക്കുമായിരുന്നു. അത്രത്തോളം അവർ വർദ്ധിപ്പിച്ചിരുന്നു. അതാണ് രണ്ടാമത്തത്. ഇനി മൂന്നാമത്തത് വസ്സലാത്തു ബില്ലൈലി വന്നാസു നിയാമുൻ, ജനങ്ങൾ ഉറങ്ങിക്കിടക്കുന്ന സമയത്ത് രാത്രിയിൽ എഴുന്നേറ്റ് നമസ്കരിക്കുക, അവന്റെ ദറജ അല്ലാഹു വർദ്ധിപ്പിക്കും. രാത്രി നമസ്കരിക്കുന്നവന്റെ ദറജ മനുഷ്യരൊക്കെ ഉറങ്ങുന്ന സമയത്ത് അവൻ എഴുന്നേറ്റ് പ്രയാസപ്പെട്ട് വുളു ചെയ്തിട്ട് രാത്രി നമസ്കാരത്തിന് വേണ്ടി ഒരുത്തൻ എഴുന്നേറ്റ് നിന്ന് നിസ്കരിച്ചു കഴിഞ്ഞാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ആ നിസ്കാരത്തിന് നിൽക്കുന്നതിന്റെ മുമ്പുള്ള പദവിയല്ല, ദറജയല്ല, നിസ്കാരത്തിൽ അവൻ ഏർപ്പെട്ടതിന് ശേഷമുള്ള ദറജ വർദ്ധിച്ചിട്ടുണ്ടാവും, പദവി അല്ലാഹു ഉയർത്തിയിട്ടുണ്ടാകും. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു. ഇനിയോ വഅമ്മൽ മുൻജിയാത്ത്, 3 കാര്യങ്ങൾ. ഏത്? രക്ഷ നൽകുന്ന 3 കാര്യങ്ങൾ. ഈ സദാസമയം അള്ളാഹുവിൽ നിന്ന് രക്ഷ നൽകുന്ന 3 കാര്യങ്ങൾ എന്താ? ഫൽ ഗദ്ലു ഫിൽ ഗളബി വർരിളാ. ഫൽ അദ്ൽ, നീതി പാലിക്കുക. എപ്പോ? ഫിൽ ഗളബി വർരിളാ, ദേഷ്യത്തിലും സന്തോഷത്തിലും നീതി പാലിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല എന്ത് ചെയ്യാണ്? ദേഷ്യത്തിലും സന്തോഷത്തിലും നീതി പാലിക്കുന്നവർക്ക് റബ്ബ് സുബ്ഹാനഹു വ തആല അവനക്ക് പ്രത്യേകമായിട്ട് രക്ഷ അല്ലാഹു കൊടുക്കുന്ന. നീതി എന്ന് പറഞ്ഞാൽ നമ്മുടെ ലോകത്ത്
അപ്രത്യക്ഷമായി കൊണ്ടിരിക്കുന്ന സംഭവം. അതാണ് ഖിയാമത്ത് നാളിന് മുമ്പ് ലോകത്തെ അനീതിയായിരിക്കും വ്യാപിക്കുക. നീതിയെപ്പറ്റി സംസാരിക്കാൻ ആളില്ലാതെയാകും. നമ്മൾ കാണാണല്ലോ, നമ്മുടെ രാജ്യത്ത് പോലും എന്തുമാത്രം അനീതികൾ, പ്രത്യക്ഷമായ അനീതികൾ. നമ്മുടെ ഗവൺമെന്റ് ഒരു മതനിരപേക്ഷ രാജ്യത്ത് പാസ്സാക്കുന്ന നിയമങ്ങളുടെ ഒരു സ്ട്രക്ചർ തന്നെ നമ്മൾ എടുത്ത് പരിശോധിക്കുമ്പോൾ അനീതിയും അപരമത വിദ്വേഷവും നിറഞ്ഞ പാർലമെന്റ് നിയമങ്ങൾ പോലും നമ്മൾ കണ്ടുകൊണ്ടിരിക്കുക. നിങ്ങൾ ആലോചിക്കും, ഇന്ത്യ രാജ്യത്ത് പിന്നെ മറ്റു രാജ്യങ്ങളിൽ നിന്ന് വന്ന പൗരന്മാർക്ക് മുസ്ലിം അല്ലാത്ത എല്ലാവർക്കും പൗരത്വം നൽകാൻ ഈ രാജ്യത്ത് അവകാശമുണ്ടെന്ന. മുസ്ലിം അല്ലാത്ത, നിങ്ങൾ ആലോചിച്ച് നോക്കൂ, എന്താ അതിന്റെ അസല്? പച്ചയായ അനീതി ചെയ്തുകൊണ്ടിരിക്കുക. ഭരണകൂടത്തും നീതിപീഠത്തുമെല്ലാം അനീതി. നമ്മൾ സംസാരിക്കുക, നമ്മൾ അസ്വസ്ഥരാകുക, നമ്മൾ വീർപ്പുമുട്ടാണ്. ലോകത്ത് നടക്കുന്ന അനീതി. ഈ രാജ്യത്ത് നിങ്ങൾക്കറിയോ, ബാബരി മസ്ജിദ് എന്ന് പറയുന്ന ഒരു പള്ളി ഉണ്ടായിരുന്നല്ലോ, നമുക്ക് ഓർമ്മ ഉണ്ടല്ലോ. ആ പള്ളി ഒഴികെ ഈ രാജ്യത്ത് വേറെ ഒരു പള്ളിക്കും പിന്നെ അവകാശവാദം ഉന്നയിക്കാൻ പാടില്ല എന്ന നിയമം പാർലമെന്റ് പാസ്സാക്കിയ രാജ്യമാണിത്. എന്നിട്ട് ഇപ്പോൾ കോടതികൾ ചെയ്തുകൊണ്ടിരിക്കുന്ന എന്താ? ഏത് പള്ളിക്കും അതിൻ്റെ അടിത്തറയിൽ വിഗ്രഹമുണ്ട്, അത് പൂർവ്വ ഹിന്ദു ക്ഷേത്രമാണ് എന്ന് അവകാശപ്പെടുന്ന രാജ്യത്തെ ഏത് ഹിന്ദു തീവ്രവാദിക്ക് വേണ്ടിയും ഏത് പള്ളിയുടെ അടിയിലും കുഴിക്കാൻ ഓർഡർ ഇടുന്ന ജഡ്ജിമാരെ നമ്മൾ കാണുന്നു. അനീതി ചെയ്യാൻ മടിയില്ലാത്ത മനുഷ്യർ. അനീതി എന്നുള്ള സാധനം എന്താ അറിയോ? ലോകത്ത് അത് ആകെ അറിയാവുന്ന, അനീതി എന്താണെന്ന് മനസ്സിലാകാവുന്ന ഒരേ ഒരു ജീവവർഗമാണ് മനുഷ്യൻ. വേറൊന്നിന് അനീതി എന്താണെന്ന് അറിയില്ല. നമ്മൾ വളർത്തുന്ന മൃഗങ്ങളോട് നമ്മൾ അനീതി കാണിച്ചു നോക്കൂ, അതിനറിയില്ല ഇതെന്താണെന്ന്. അനീതി എന്ന വേദന ലോകത്തറിയുന്ന ഒരേ ഒരു വർഗം മനുഷ്യനാണ്. ആ മനുഷ്യൻ തന്നെയാണ് അത് കാണിക്കുക. ആ മനുഷ്യൻ പരസ്പരം കാണിക്കുന്നു. എന്നിട്ട് ആ പരസ്പരം കാണിക്കുന്ന അനീതിയും അക്രമവും വലിയ രാജ്യസ്നേഹവും ദേശസ്നേഹവും അഭിമാനമായിട്ട് ആളുകൾ അവതരിപ്പിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഈ വലിയ അനീതിയുടെ ചെറിയ രൂപമാണ് നമ്മുടെ കുടുംബത്തിൽ നടക്കുന്നത്, നമ്മുടെ ഓഫീസിൽ നടക്കുന്നത്, നമ്മുടെ സംഘടനയിൽ നടക്കുന്നത്, നമ്മുടെ പരസ്പര ബന്ധങ്ങളിൽ നടക്കുന്നത്. ഈ അനീതിയുടെ ചെറിയ രൂപമാണ്. നമ്മളും അങ്ങനെ തന്നെയാണ്. അനീതി കാണിച്ചു കൊണ്ടിരിക്കുന്നു. അനീതി എന്നുള്ളത് അല്ലാഹു സുബ്ഹാനഹു തആല മനുഷ്യന് ഒരിക്കലും വിട്ടുകൊടുക്കാൻ പോകുന്ന കാര്യമല്ല. കാരണം നമ്മൾ ഒരാളോട് അനീതി കാണിക്കുമ്പോൾ വേദനിച്ചൊരു ഒരു ജീവിതം അവിടെ ഉണ്ട്, പ്രയാസപ്പെട്ടൊരു ജീവിതമുണ്ട്. അതുകൊണ്ട് അല്ലാഹ് പറഞ്ഞു, ഫൽ അദ്ൽ ഫിൽ ഗളബി വരിദ, സംതൃപ്തി സന്തോഷമുള്ള അവസ്ഥയിലും അതുപോലെ തന്നെ ദേഷ്യത്തിലും നീ എന്ത് ചെയ്യുക? നീ നീതി പാലിച്ചു കൊണ്ടിരിക്കുക, അനീതി ചെയ്യരുത്. രണ്ടാമത്തതോ വൽ ഖസ്തു ഫിൽ ഫഖരി വൽ ഗിനാ, രണ്ടാമത്തെ കാര്യം ദാരിദ്ര്യത്തിലും ഐശ്വര്യത്തിലും നീ മിതത്വം പാലിക്കണം. നിനക്ക് ദാരിദ്ര്യം ഉണ്ടായാലും ശരി, നല്ല സമ്പത്തുണ്ടായാലും ശരി, നിന്റെ ആഘോഷങ്ങൾ, നിന്റെ സെലിബ്രേഷനുകൾ, നിന്റെ ചെലവാക്കലുകൾ, അതിനൊക്കെ ഒരു മിതത്വം ഉണ്ടാവണം. നമ്മൾ മിതത്തില്ലാത്ത സമൂഹമാണ് മുസ്ലിം സൊസൈറ്റി എന്ന് പറഞ്ഞാൽ. സാമ്പത്തികമായ അഭിവൃദ്ധിയുള്ള ആരും മിതത്വം പാലിക്കാത്തൊരു കാലഘട്ടത്തിൽ നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മളെ മിതത്തറിയണമെങ്കിൽ നമ്മളെ കല്യാണ ഫംഗ്ഷനിൽ വന്നാൽ മതി. ആവശ്യമില്ലാത്ത അനാവശ്യമെന്നതും ഹറാമാണ് എന്നും ബോധ്യമുള്ള നിരവധി ധൂർത്തുകൾ കൊണ്ട് നമ്മുടെ കല്യാണ ഹാളുകൾ, കല്യാണ ഫംഗ്ഷനുകൾ, കല്യാണ സെലിബ്രേഷനുകൾ നിറഞ്ഞു നിൽക്കുന്ന കാലഘട്ടമാണ്. തോന്നിവാസങ്ങൾ, പച്ചയായ തോന്നിവാസങ്ങൾ, ഹറാമായ കാര്യങ്ങൾ, മതവിരുദ്ധമായ കാര്യങ്ങൾ, അത് ആഘോഷം എന്ന് പറഞ്ഞിട്ട് അതിനുവേണ്ടി പണം ചെലവഴിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ്. നിങ്ങൾ ആലോചിക്കുക, അല്ലാഹു സുബ്ഹാനഹു വ തആല രക്ഷയുടെ മാർഗമായിട്ട് പറഞ്ഞതാ. പരലോകത്ത് മനുഷ്യന് രക്ഷ കിട്ടണമെങ്കിൽ വൽ ഖസ്തു ഫിൽ ഫഖരി വൽ ഗിനാ, നിന്റെ ദാരിദ്ര്യത്തിലും സാമ്പത്തികമായ ഐശ്വര്യമുള്ള അവസ്ഥയിലും നീ എന്ത് ചെയ്യണം? നീ മിതമായി ചെലവഴിക്കാൻ പഠിക്കണം. മൂന്നാമത്തെ അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, വഖശിയത്തുല്ലാഹി
ഫി സിരി വൽ അലാനിയ, രഹസ്യത്തിലും പരസ്യത്തിലും അള്ളാഹനെ പേടിക്കണം. ഈ 3 കാര്യം നിന്നിൽ ഉണ്ടായിക്കഴിഞ്ഞാൽ അള്ളാഹു നിനക്ക് പിന്നെ മരണാനന്തര ജീവിതത്തിലെ രക്ഷ റബ്ബ് സുബ്ഹാനഹു തആല നൽകി എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മളെ പഠിപ്പിച്ചത്. അള്ളാഹു സുബ്ഹാനഹു തആല ആ കാര്യങ്ങൾ സൂക്ഷിക്കാനും ശ്രദ്ധിക്കാനുമുള്ള, അതുമായി ബന്ധപ്പെട്ട സൂക്ഷ്മത ജീവിതത്തിൽ പുലർത്താനും അത്തരം നന്മകൾ നേടിയെടുക്കാനും അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹ് ഹംദൻ കസീറൻ ത്വയ്യിബൻ മുബാറകൻ ഫീഹി വസ്സലാത്തു വസ്സലാമു അലാ ഖാതമിൽ അംബിയാഇ വൽ മുർസലീൻ നബിയ്യിനൽ ഹബീബ് മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. ഇത്തഖുല്ലാഹ ഇബാദല്ലാഹ്. സ്നേഹം നിറഞ്ഞ സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, അല്ലാഹു സുബ്ഹാനഹു തആലയെ സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കണമെന്ന് ഒരിക്കൽ കൂടി അർഹതക്കനുസൃതമായി ഓർമ്മപ്പെടുത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. നമ്മുടെ ഇന്നത്തെ ജുമാ നമസ്കാരത്തിന് ശേഷം നമ്മുടെ പള്ളിയിൽ ഒരു സദഖ എല്ലാവരും നൽകേണ്ടതായിട്ടുണ്ട്. ആ സദഖയുടെ ലക്ഷ്യം എന്ന് പറഞ്ഞാൽ കാലവർഷത്തിൻ്റെ കെടുതികൾ നമ്മുടെ രാജ്യത്തിൻ്റെ വിവിധ പ്രദേശങ്ങളിൽ പാവപ്പെട്ട മനുഷ്യന്മാർ അനുഭവിച്ചു കൊണ്ടിരിക്കുകയാണ്. എപ്പോഴാണ് നമ്മുടെ നാടും അത്തരം പ്രയാസത്തിനും വിപത്തിനും കീഴ്പ്പെടാൻ പോകുന്നത് എന്ന് നമ്മളും കാതോർത്തിരിക്കുന്ന, അത് എപ്പോൾ സംഭവിക്കുമെന്ന് നോക്കിയിരിക്കുന്നൊരവസ്ഥയിലാണ്. പക്ഷെ വളരെയധികം ദുരിതം ബാധിച്ചുകൊണ്ട്, പ്രളയത്തിൻ്റെ കെടുതികൾ അനുഭവിച്ചുകൊണ്ട്, കാലവർഷത്തിൻ്റെ സകല പരീക്ഷണങ്ങളും അനുഭവിച്ചുകൊണ്ട് നമുക്ക് ചുറ്റുമുള്ള പ്രദേശങ്ങളിൽ ധാരാളം മനുഷ്യരുണ്ട്. വീടുകളിൽ നിന്ന് പുറത്തായ മനുഷ്യന്മാർ, സമാധാനമായി ഉറങ്ങിയ ഗേഹങ്ങളിൽ നിന്ന് പുറത്തേക്ക് തെറിച്ചുപോയ ആളുകൾ, അവർക്ക് സഹായഹസ്തം നൽകുന്നതിന് വേണ്ടി കേരളത്തിലെ മുഴുവൻ കേരള നദ്വത്തുൽ മുജാഹിദീൻ്റെ പള്ളികളിൽ അവിടെ വരുന്ന മുഴുവൻ മനുഷ്യരുടെ കൈകളിൽ നിന്നും സദഖകൾ സമാഹരിച്ചുകൊണ്ട് ആ മനുഷ്യന്മാരുടെ അടിസ്ഥാനപരമായിട്ടുള്ള സംരക്ഷണത്തിനും ജീവിതത്തിനും വേണ്ടി നൽകുന്ന വലിയ പുണ്യകരമായൊരു സംരംഭം കേരളം മുഴുവൻ നടക്കുകയാണ്. ഇന്ന് കേരളം മുഴുവൻ ജുമുഅക്ക് ശേഷം ആ ജുമുഅയുടെ പള്ളിയിൽ പങ്കെടുത്ത മനുഷ്യന്മാർ അവരുടെ കീശയിലുള്ള ഒരു 10 രൂപയെങ്കിലും അവർ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ഈ മനുഷ്യന്മാർക്ക് വേണ്ടി കൊടുത്ത് ഈ പ്രയാസത്തിൻ്റെ തങ്ങളുടെ ഒരു കൈത്താങ്ങായിക്കൊണ്ട് സഹായം ചെയ്തുകൊണ്ട് എല്ലാവരും ഒന്നിച്ച് സഹകരിക്കണം എന്നതാണ് അഭ്യർത്ഥിക്കാനുള്ളത്. 2 കാര്യം കൊണ്ടാണ്. ഒന്ന്, ദുരിതമനുഭവിക്കുന്ന, ദുരന്തത്തിനിരയാക്കപ്പെട്ട മനുഷ്യന്മാരോട് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുന്നവരെ അള്ളാഹു സുബ്ഹാനഹു തആല 2 വിധത്തിലാണ് അവർക്ക് സംരക്ഷണം നൽകുന്നത്. ഒന്നാമത്തേത് വലിയ പുണ്യകർമ്മമാണ്. ആ മനുഷ്യന്മാരുടെ മനസ്സിന് ഉണ്ടാകുന്ന സന്തോഷം, സമാധാനം, അവർക്കുണ്ടാകുന്ന ആശ്വാസം, അതിനെല്ലാം അള്ളാഹു സുബ്ഹാനഹു തആല പ്രതിഫലമായിട്ടും പാപമോചനായിട്ട് നമുക്ക് നൽകിക്കൊണ്ടേയിരിക്കും. ഒരു നന്മക്ക് അങ്ങനെയാണ്, പ്രതിഫലവുമുണ്ട് പാപമോചനമുണ്ട്. ഒരു ഹസനാത്തിൻ്റെ പ്രത്യേകത അതാ, പ്രതിഫലവുമുണ്ട് പാപമോചനമുണ്ട്. ആ പ്രതിഫലവും പാപമോചനവും നമ്മൾ ഈ ബക്കറ്റിലിടുന്ന ഓരോ 10 രൂപക്കും അള്ളാഹു സുബ്ഹാനഹു തആല നൽകും. അത് എത്ര ഇരട്ടിയാകുന്നു അതിനെ ഇരട്ടി അള്ളാഹു സുബ്ഹാനഹു തആല നമ്മുടെ ജീവിതത്തിലേക്ക് നൽകും. രണ്ടാമത്തേത് പ്രൊട്ടക്ഷനാണ്. ഒരു മനുഷ്യനെ നമ്മൾ സംരക്ഷിച്ചാൽ നമ്മളെ സംരക്ഷിക്കാൻ അള്ളാഹു സുബ്ഹാനഹു തആല ഒരു സംവിധാനം ഉണ്ടാക്കും, അല്ലെങ്കിൽ ഒരാളെ ഉണ്ടാക്കും. ഇത് അള്ളാഹിൻ്റെ നടപടിക്രമമാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞല്ലോ, ഒരു വൃദ്ധനെ ആരെങ്കിലും പ്രൊട്ടക്ട് ചെയ്താൽ, സംരക്ഷിച്ചാൽ, അവൻ്റെ വാർദ്ധക്യത്തിൽ അവനെ സംരക്ഷിക്കാൻ ഒരുത്തൻ അള്ളാഹ് ദുനിയാവിൽ ഉണ്ടാക്കും എന്ന് പറഞ്ഞല്ലോ. നന്മൻ്റെ പ്രത്യേകത അതാ. ഒരു മനുഷ്യന് ചെയ്യുന്ന ഔദാര്യം ഉണ്ടല്ലോ, നമ്മൾ ചെയ്യുന്ന ഔദാര്യം, ആ ഔദാര്യം നമുക്ക് ആവശ്യമുള്ള ഘട്ടത്തിൽ അത് നൽകാൻ ഒരുത്തൻ അള്ളാഹ് നമുക്ക് വേണ്ടിയിട്ടും ഉണ്ടാക്കിയിട്ടുണ്ടാവും. അതാണ് നമ്മുടെ രാജ്യം, നമ്മുടെ പ്രദേശം, നമ്മുടെ വീട്, നമ്മുടെ കച്ചവട സ്ഥാപനങ്ങൾ, നമ്മുടെ ജീവിതം, ജീവൻ എല്ലാം എപ്പോഴാണ് വെള്ളത്തിൽ മുങ്ങാൻ പോകുന്നത് എന്നറിയാത്തൊരു കാലാവസ്ഥയിൽ, ഭീഷണമായൊരു സാഹചര്യത്തിൽ നമ്മൾ നിലകൊള്ളാണ്. ആ സമയത്താണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? നമ്മളെപ്പോലെ പ്രയാസങ്ങൾ നമ്മൾക്ക് മുൻപ് നേരത്തെ അനുഭവിച്ച ആളുകൾക്ക് വേണ്ടിയിട്ടുള്ള സഹായ സംരംഭങ്ങളിൽ നമ്മൾ കൈകോർക്കുന്നത്. ഒരു പക്ഷേ നമ്മുടെ പ്രശ്നങ്ങൾക്ക് പ്രൊട്ടക്ഷനാകാൻ അത് മതിയാകും. ഈ 3 നെയ്യത്തോടു കൂടി നിങ്ങളെല്ലാം അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ഇന്നത്തെ സദഖ സമർപ്പിക്കണം എന്ന് ഓർമ്മപ്പെടുത്താൻ അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹു നമ്മിൽ നിന്ന് സ്വീകരിക്കുമാറാകട്ടെ. സഹോദരങ്ങളെ, നമ്മുടെ ഈ
ഈ പള്ളിയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ഒരു സഹോദരൻ, അദ്ദേഹത്തിന് അസുഖബാധിതനായിട്ട് ഗുരുതരമായ അവസ്ഥയിൽ ഹോസ്പിറ്റലൈസ് ചെയ്യപ്പെട്ടിരിക്കുകയാണ്. എല്ലാവരും ദുആ ചെയ്യണമെന്ന് അറിയിച്ചിട്ടുണ്ട്. അല്ലാഹു സുബ്ഹാനഹു തആല അദ്ദേഹത്തിന് എത്രയും പെട്ടെന്ന് ശിഫ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അദ്ദേഹം അനുഭവിക്കുന്ന വേദനകളും പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളിൽ നിന്നും സമാധാനവും ആശ്വാസവും നൽകുമാറാകട്ടെ. അദ്ദേഹത്തിൻ്റെ കുടുംബം അനുഭവിക്കുന്ന പ്രയാസങ്ങളിൽ നിന്ന് അല്ലാഹു എത്രയും പെട്ടെന്ന് ആശ്വാസം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. മാരകരോഗങ്ങളിൽ നിന്ന്, മാറാരോഗങ്ങളിൽ നിന്ന്, പെടുമരണങ്ങളിൽ നിന്ന്, ദുർമരണങ്ങളിൽ നിന്ന് റബ്ബ് സുബ്ഹാനഹു തആല നാം എല്ലാവരെയും കാത്തു സംരക്ഷിക്കുമാറാകട്ടെ. അറിഞ്ഞും അറിയാതെയും നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ചു പോയ എല്ലാ പാപങ്ങളും അള്ളാഹു നമുക്ക് വിട്ടുപുറത്തു മാപ്പാക്കി തരുമാറാകട്ടെ. അവൻ്റെ ജന്നാത്തുൽ ഫിർദൗസിൽ കുടുംബത്തോടു കൂടി പ്രവേശിക്കുന്ന വിശ്വാസികളിൽ അള്ളാഹു നാം ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് الأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات. ربنا لا تزغ قلوبنا بعد إذ هديتنا وهب لنا من لدنك رحمة إنك أنت الوهاب. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. آمين آمين برحمتك يا أرحم الراحمين. وآخر دعوانا الحمد لله رب العالمين والصلاة والسلام على خاتم الأنبياء والمرسلين.